ശ്രീ ജയചന്ദ്രൻ, പക്ഷേ എൻ ശ്രീകുമാർ പറഞ്ഞ ഒരു വാചകം, കേരളത്തിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥ ആകെ മാറി മറിഞ്ഞിരിക്കുന്നു എന്നൊരു പരാമർശം അദ്ദേഹത്തിൽ നിന്നുണ്ട്. ആ നിലയിലേക്ക് ഇതിനെ ആകെ താങ്കൾ കാണുന്നുണ്ടോ? ഒരു പ്രധാനപ്പെട്ട, ഇപ്പം ഞാനൊരു ചെറിയ കാര്യം കൂടി പറയും. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ സംസ്ഥാനത്തെ DGPക്കെതിരെ, പോലീസ് മേധാവിക്കെതിരെ ഒരു പരാതിയോ ചില വാർത്തകളോ ഒക്കെ വന്നിരുന്നു അദ്ദേഹവുമായി ബന്ധപ്പെട്ട്. പക്ഷേ അന്നും എന്താണ് ചെയ്തത്? അത് പരിശോധിച്ചു. അത് പരിശോധിക്കാനുള്ളൊരു സംവിധാനം രൂപീകരിച്ചു. അവരത് പരിശോധിച്ചു. DGPക്ക് അടക്കം പറയാനുള്ള അദ്ദേഹത്തിൻ്റെ വാദം കേട്ടു. അതെല്ലാം കേട്ടുകൊണ്ട് ഒരു കൺക്ലൂഷനിലേക്ക് പോയി. അദ്ദേഹം ഇപ്പോഴും DGP ആയി തുടരുകയാണ്. അല്ലാതെ എവിടെയോ ഒരു ആരോപണം വരുമ്പോൾ ഉടനെ മാറ്റി നിർത്തുക എന്നുള്ളതല്ലല്ലോ. ആ സംവിധാനം ഒരു സംവിധാനം, ഭരണപരമായ സംവിധാനം എന്നത് നമ്മുടെ നിയമത്തിനും ചട്ടത്തിനും അനുസരിച്ച് പ്രവർത്തിക്കാനുള്ളതാണ്. അത് ഇവിടെ വളരെ ശക്തവും വ്യക്തവുമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ ഒരു സംഘം അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷെ അത് ഏതെങ്കിലും തരത്തിൽ കേരളത്തിൻ്റെ പൊതുരാഷ്ട്രീയ മണ്ഡലത്തെ ആകെ മാറ്റിമറിച്ചോ? ഉത്തരവാദിത്വം കേരളത്തിലെ മാധ്യമങ്ങൾക്കാണ് ഉള്ളത്. അത് കാണാതിരിക്കുന്നതിൻ്റെ പ്രശ്നം പ്രധാനമായിട്ടുണ്ട്. എന്താണെന്നറിയാമോ? കേരളത്തിൽ ഇപ്പോൾ പോലീസിനെതിരെ വിമർശനം ഉയരുന്നു. ആ വിമർശനം ഉയരുന്നത് ഒരു ഭരണകക്ഷി MLAയുടെ ഭാഗത്തു നിന്നും തന്നെയാണ്. ആ വിമർശനം സാധാരണ, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, സാധാരണഗതിയിൽ ഇത്തരം വിമർശനങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിലാണെങ്കിൽ പാർട്ടി സെക്രട്ടറി എന്താണ് പറയുന്നത്? MLA PV അൻവർ അദ്ദേഹത്തിൻ്റെ ഈ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഈ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞാണ്. അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി തിരുത്താൻ പാർട്ടി പരിശ്രമിക്കും. ഇതാണ് പറയുന്നത്. അങ്ങനെ അല്ലല്ലോ ഗോവിന്ദമാഷ് ഇവിടെ പറഞ്ഞത്. ഇവിടെ പറഞ്ഞത് PV അൻവർ ഉന്നയിച്ച ആരോപണം പാർട്ടി പരിശോധിക്കും എന്ന് തന്നെയാണ് പറഞ്ഞത്. അതുതന്നെയാണ് പിറ്റേ ദിവസം ഇറക്കിയ സർക്കാരിൻ്റെ ഉത്തരവിലും, ശരത്തിപ്പോൾ വായിച്ച ഉത്തരവിലും ഉള്ളത്. അതുതന്നെയാണ് മാധ്യമങ്ങൾ പിറ്റേ ദിവസങ്ങളിലൊക്കെ ഈ വാർത്തകൾ മാത്രം പറയുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു വലിയ ഉത്തരവാദിത്വം പരാതി ഉയർന്നപ്പോൾ ഇത്തരം വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അന്വേഷണം നടത്തുക എന്ന ഏറ്റവും ക്രിയാത്മകമായ, ഏറ്റവും പോസിറ്റീവായ നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുന്നത് ഇത് ആദ്യമാണ് എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. നമ്മളെല്ലാവരും അങ്ങനെയാണല്ലോ അത് നമുക്ക് വിലയിരുത്താൻ കഴിയുകയും മറ്റൊരു രൂപത്തിൽ ഒരു വിമർശനം ഉണ്ടായാൽ അതിനെ എങ്ങനെ സപ്രസ് ചെയ്യാം എന്ന് മാത്രമാണ് ഭരണാധികാരികളും ഭരണമുന്നണിയെ നയിക്കുന്ന പാർട്ടികളൊക്കെ ശ്രമിക്കാറുള്ളത്. ഇതങ്ങനെയല്ല. വ്യാപകമായി ഈ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുക, അതിനെ സംബന്ധിച്ച് അന്വേഷണം പ്രഖ്യാപിക്കുക, അന്വേഷണത്തിന് പാർട്ടിയും തയ്യാറെടുക്കുക എന്നുള്ള ഏറ്റവും ക്രിയാത്മകമായ വശമാണ് ഇവിടെ കണ്ടത്. അതിനെയാണ് മാധ്യമങ്ങൾക്ക് ഇഷ്ടമില്ലാതെ വരുമ്പോൾ ചില മാധ്യമങ്ങൾ താങ്കൾ പറഞ്ഞതുപോലെ കീഴടങ്ങി എന്ന് പറയും, ചില മാധ്യമങ്ങൾ അൻവർ വിജയിച്ചു എന്ന് പറയും, ചില മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വലിയ കുഴപ്പക്കാർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ചർച്ചകൾ വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണ്ണക്കടത്തിൻ്റെ കേസിൽ പ്രതിക്കൂട്ടിലായി. ഇപ്പോൾ ADGP പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടാണ്. എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ സ്വർണ്ണക്കടത്തിൻ്റെ കേസിൽ പ്രതിക്കൂട്ടിലായിട്ടുള്ളത്? എങ്ങും ആയിട്ടില്ല. പ്രതിപക്ഷത്തിൻ്റെ വാർത്തകളിലേ ഉള്ളൂ, പ്രതിപക്ഷത്തിനെ അന്ധമായി പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളുടെ വാർത്താ അവതരണങ്ങളിലേ ഉള്ളൂ, അല്ലാതെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ വീണ്ടും പറയുകയാണ്, ADGPയുടെ ഓഫീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണോ? അത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലല്ലേ? അവിടെയല്ലേ അദ്ദേഹം പ്രവർത്തിക്കുന്നത്? ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പറ്റി, പൊളിറ്റിക്കൽ സെക്രട്ടറിയെ പറ്റി ഒരാരോപണവും PV അൻവർ ഉന്നയിച്ചിട്ടില്ല. ആക്ഷേപങ്ങളുണ്ട്, വിമർശനങ്ങളുണ്ട്. പക്ഷേ ഈ ADGPക്കെതിരെ ഉന്നയിച്ചതുപോലെ എന്തെങ്കിലും ഒരു ആക്ഷേപം പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ വന്നോ? ഇല്ലല്ലോ. പക്ഷേ മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനും താല്പര്യം എന്താണ്? അവിടെയല്ല. നടക്കുന്ന പോസിറ്റീവായിട്ടുള്ള എൻക്വയറിയെ ആ പോസിറ്റീവ് സെൻസിൽ കാണുക എന്നുള്ളതല്ല പ്രധാനം. തങ്ങൾക്ക് വിമർശിക്കാനുള്ള അല്ലെങ്കിൽ അന്ധമായി എതിർക്കാനുള്ള ഏത് സ്പേസാണോ ഇക്കാര്യത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നത് അത് തന്നെ ഉപയോഗിക്കുക. അന്വേഷണത്തിലുള്ള സ്പേസ് പോലും കൊടുക്കേണ്ടാത്ത വിധം. അപ്പോഴാണ് താങ്കൾ മുമ്പേ ചോദിച്ചത് ഏറ്റവും പ്രസക്തമാവുന്നത്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉമ്മൻചാണ്ടി ഏറ്റവും നീചമായി ആക്രമിച്ച മനുഷ്യൻ്റെ പേര് VD സതീശൻ എന്നാണ് ഇപ്പോഴും. നമുക്കതാണ് ഓർമ്മിക്കാൻ കഴിയുന്നത്. അദ്ദേഹം എന്നാണ് പറഞ്ഞത്? 2014 പറഞ്ഞത്. ഇത്ര വൃത്തികെട്ട ഒരു ഓഫീസ്, ഇങ്ങനൊരു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞല്ലേ തുടങ്ങുന്നത്. അതിപ്പോഴും എല്ലാ മാധ്യമങ്ങളുടെയും ലൈബ്രറികളിലും ഉണ്ടാവുമല്ലോ. അത് ആ തരത്തിൽ പറഞ്ഞതിനെ അന്ന് ആരാണ് ഇന്നും ഓർമ്മിപ്പിക്കാൻ പോലും കൂട്ടാക്കാത്തത് ആരാണ്? അന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കാതെ വിട്ടതാരാണ്? അതൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് ഇതിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും വർദ്ധിക്കുന്നത്.